ഓൺ കോമേഴ്സ് ഫാമിലി. അപ്പം നമ്മുടെ ഫസ്റ്റ് ടേം ഒക്കെ കഴിഞ്ഞു, സെക്കൻഡ് ടേം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ? ഏകദേശം രണ്ടാമത്തെ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും സ്കൂളിൽ. നിങ്ങൾ ഫസ്റ്റ് ടേമിന് ഇമ്പോർട്ടൻസ് കൊടുത്തതിനേക്കാൾ കൂടുതൽ സെക്കൻഡ് ടേമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക? ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് വെറും 3 ചാപ്റ്റേഴ്സ് മാത്രമായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ചാപ്റ്റേഴ്സിൻ്റെ കോംപ്ലക്സിറ്റി വളരെ കുറവായിരുന്നു. കാരണം എന്താ, നിങ്ങൾ +1 പുതിയൊരു സബ്ജക്റ്റ്, പുതിയൊരു സ്ട്രീമിലേക്കാണ് വന്നിട്ടുള്ളത്, കൊമേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കൂടി, കോംപ്ലക്സിറ്റീസും കൂടി അല്ലേ? ഫസ്റ്റിൽ നിങ്ങൾ 3 ചാപ്റ്ററാണ് പഠിച്ചതെങ്കിൽ സെക്കൻഡ് ടേമിൽ ബിസിനസ് സ്റ്റഡീസിൽ മാത്രം 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്സിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ 5th ചാപ്റ്ററിൽ എമേർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന നിങ്ങളുടെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഈ ബിസിനസ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ആമസോൺ വഴി, ഫ്ലിപ്കാർട്ട് വഴി നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത് ഈ ബിസിനസ് ആണ്. പക്ഷെ ഈ ബിസിനസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് മാത്രമല്ല. ഇറ്റ്സ് എ ബ്രോഡ് കോൺസെപ്റ്റ്, ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ്. ഇവിടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല, പിന്നെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ്, അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും, ഫിനാൻസ്. അതുകൂടാതെ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്. ഇതൊക്കെ ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഈ ബിസിനസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ നമ്മുടെ സ്കോപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്, എന്തൊക്കെ പാർട്ടീസ് ആണ് ഈ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ 4 സ്കോപ്പാണുള്ളത്: B2B കൊമേഴ്സ്, B2C കൊമേഴ്സ്, ഇൻട്രാ-ബി കൊമേഴ്സ് ആൻഡ് C2C കൊമേഴ്സ്. ഡിസ്കസ് ചെയ്താലോ? യെസ്. ഫസ്റ്റ് വൺ B2B കൊമേഴ്സ് ആണ്. എങ്ങനെയാണ് B2B കൊമേഴ്സിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക? B2B, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് B2B കൊമേഴ്സിൽ നടക്കുന്നത്. അതായത് 2 ബിസിനസ് യൂണിറ്റ്സുകൾ തമ്മിൽ ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അതിനെ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ എക്സാമ്പിൾ മിസ് തന്നിട്ടുള്ളത്, ടാറ്റയുടെ കമ്പനി അവരുടെ കാറുകൾ നിർമ്മിക്കാനായിട്ട് MRF ടയേഴ്സിനെ അപ്രോച്ച് ചെയ്യാണ്. അവിടെ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? B2B കൊമേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് മാത്രമല്ല ഈ ബിസിനസ്സിൽ വരുന്നത്. ഒരുപാട് ട്രാൻസാക്ഷൻസ്, അതായത് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, പ്രൊക്യൂർമെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻട്രാക്ഷൻസ് ആയിക്കോട്ടെ, ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡീലിങ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? ഈ ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി, കൊളാബറേഷൻ, കൊമേഴ്ഷ്യൽ നെഗോസിയേഷൻ, ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചേഴ്സ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇതൊക്കെ ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ 2 ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് B2B കൊമേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് കൂടുതൽ 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ എന്ത് പേരിലാണ് പറയുന്നത്? എന്താണ്? B2B കൊമേഴ്സ് ആണ്. അതുപോലെ തന്നെ എക്സാമ്പിൾസ് ചോദിക്കാം. ഇവിടെ മിസ് തന്നിട്ടുള്ള ടാറ്റയുടെ കമ്പനി അവരുടെ കാറുകൾ നിർമ്മിക്കാനായി MRF ടയേഴ്സിനെ അപ്രോച്ച് ചെയ്യാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റണം B2B ആണെന്നുള്ളത്. ഓക്കെ, യെസ്, ക്ലിയർ. നെക്സ്റ്റ് വൺ B2C കൊമേഴ്സ് ആണ്. ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ മറ്റേത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ATM പോയിട്ട് പണം പിൻവലിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് GPayയും ഫോൺ പേയും ഒക്കെ യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്താണ്. ഇതെല്ലാം ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ ബിസിനസ് നടക്കുന്നത്, ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ബിസിനസ്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും തമ്മിലാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് അതർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, ലോഡ്ജിങ് ഓഫ് കംപ്ലൈൻറ്റ്സ് ബൈ കസ്റ്റമേഴ്സ് എക്സെട്ര. ഓക്കെ, ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ നമുക്ക് മീഷോയിൽ നിന്നോ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ തന്നെ കസ്റ്റമർ കെയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും.
ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ടാവും, നമുക്ക് ചാറ്റ് ചെയ്യാം, നമുക്ക് കോൾ ചെയ്യാം, മലയാളത്തിനായി 1 അമർത്തുക, ഹിന്ദിക്കായി 2 അമർത്തുക എന്നുള്ള സർവീസസ് അവിടെ അവൈലബിൾ ആണ് അല്ലേ. കസ്റ്റമർ സർവീസിന് ഒരു ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് അറിയാം അല്ലേ. ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി ബിസിനസ് ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിയുന്നില്ല. അത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ കംപ്ലയിൻസോ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ബിസിനസ് ഓർഗനൈസേഷൻസ് തയ്യാറാവണം. എങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന് നിലനിൽപ്പുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ഇവിടെയും ഓൺലൈൻ ആണെന്ന് വിചാരിച്ച് അവിടെ എന്തില്ലാതില്ല കസ്റ്റമർ സർവീസ് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ സർവീസിന് ഇവിടെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? C2C കൊമേഴ്സ് ആണ്. എന്താണ് C2C കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കസ്റ്റമർ ടു കസ്റ്റമേഴ്സ് ആണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? C2C ട്രാൻസാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OLX നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള യൂസ്ഡ് പ്രൊഡക്ട്സോ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സോ ഒക്കെ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് OLX-ൽ ഇടാൻ പറ്റും അല്ലേ. അത് കണ്ട് ആൾക്കാർക്ക് അത് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് C2C ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ കസ്റ്റമർ ടു കസ്റ്റമർ. പേപാൽ, ക്യുക്കർ ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. നമുക്ക് നമ്മുടെ ബുക്സ്, യൂസ്ഡ് ബുക്സ്, ഫേർണിച്ചേഴ്സ്, അതുപോലെ തന്നെ ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഇതിലൂടെ വിൽക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൽ എന്തുണ്ടാകും? ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസും വാർണിംഗ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്തില്ല, എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം ഇല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അല്ലേ. യെസ്, അതാണ് കസ്റ്റമർ ടു കസ്റ്റമർ കൊമേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഇൻട്രാബി കൊമേഴ്സ് ആണ്. എന്താണ് ഇൻട്രാബി കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ അല്ലെങ്കിൽ വേരിയസ് പേഴ്സൺസ് തമ്മിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രാബി കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ മിസ് ഇവിടെ തന്നിട്ടുണ്ട്. ടാറ്റയുടെ തന്നെ മോട്ടോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ടാറ്റയുടെ തന്നെ സ്റ്റീൽ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻട്രാബി കൊമേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ 2 ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർ തമ്മിൽ എന്താണ് ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ഡീലിങ്സ് നടക്കുകയാണ്, അതിൻ്റെ ഇൻട്രാക്ഷൻസ് നടക്കുകയാണ്. ഇതൊക്കെ ഇൻട്രാബി കൊമേഴ്സിലാണ് വരുന്നത്. ഓക്കെ, ബിസിനസ് ഓർഗനൈസേഷനിൽ തന്നെ ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അത് ഇൻട്രാബി കൊമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് ഇ ബിസിനസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് സ്കോപ്പ് ഓഫ് ഇ ബിസിനസ് മൊത്തമായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഓരോന്നും എക്സാമ്പിൾസ് വെച്ച് ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഓരോന്നും ഇപ്പോൾ B2C കൊമേഴ്സ് എന്താണ്, C2C കൊമേഴ്സ് എന്താണ്, എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, 1 മാർക്കിനും 2 മാർക്കിനും 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.